യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണല്ലേ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിമ്പിൾസ്. അപ്പോൾ പിമ്പിൾസ് ഇങ്ങനെ ഉണ്ടാവുന്നത് നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ വരുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണല്ലേ. കൂടുതലും ഗേൾസിനായിരിക്കും അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുക കേട്ടോ. പിന്നെ അതുമാത്രമല്ല നമ്മൾ പിമ്പിൾസ് ഉണ്ടാവുന്ന ടൈമിൽ തന്നെ പീരിയഡ്സ് ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് പിമ്പിൾസൊക്കെ ഉണ്ടാവില്ലേ ചില ഗേൾസിന്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ലൊരു സൊല്യൂഷനും അതേപോലെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി പോകാനും അതേപോലെ ആ ഒരു പാട് പോലും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ റിമൂവ് ആയി പോകാനുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിമ്പിൾസ് ഓരോ ടൈപ്പിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോർമൽ സ്കിന്നായിരിക്കും ഉണ്ടാകുന്ന പിമ്പിൾസും അതേപോലെ ഡ്രൈ സ്കിന്നായിരിക്കും ഉണ്ടാകുന്ന പിമ്പിൾസും അതേപോലെ തന്നെ ഓയിലി സ്കിന്നായിരിക്കും ഉണ്ടാകുന്ന പിമ്പിൾസൊക്കെ ഓരോ ടൈപ്പുള്ള പിമ്പിൾസാണ് കേട്ടോ. അത് നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് പെട്ടെന്ന് തന്നെ റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചില ഓയിലി സ്കിന്നായിരിക്കും കൂടുതലും പിമ്പിൾസ് കാണപ്പെടുന്നത് കേട്ടോ. ഡ്രൈ സ്കിന്നായിരിക്കും ഉണ്ടാവും, പക്ഷേ ഡ്രൈ സ്കിന്നായിരിക്കും പെട്ടെന്ന് അങ്ങനെ ആ ഒരു പിമ്പിൾസ് പുറത്ത് വരാനുള്ള ആ ഒരു ഇത് ഉണ്ടാവില്ല ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പം ചിലവർക്ക് ഉണ്ടാവുന്ന പിമ്പിൾസ് പെട്ടെന്ന് തന്നെ റിമൂവ് ആവാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഈ ഫേസിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് നമുക്ക് ചിലപ്പോൾ ശരീരത്ത് കൂടുതൽ നമുക്ക് പിമ്പിളിൻ്റെ ഒരു പാട് കാണുന്നില്ല, എന്നാൽ കൂടുതലും ഫേസിലായിരിക്കും പിമ്പിൾ വരുമ്പോൾ ആ ഒരു പാടും കാര്യങ്ങളൊക്കെ കൂടുതലും ഫേസിലായിരിക്കും. അപ്പോൾ ആ ഒരു ഫേസിലുണ്ടാവുന്ന പിമ്പിളിൻ്റെ പാട് മാറാനും അതേപോലെ പിമ്പിൾസ് പെട്ടെന്ന് വരുന്നത് തടയാനൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി, നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഉണ്ടാവുന്ന പിമ്പിൾസ് തടയാൻ പറ്റും കേട്ടോ. അപ്പോൾ പിമ്പിൾസിൻ്റെ ആ ഒരു നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ബ്ലാക്ക്നെസ്, അതായത് ആ ഒരു പിമ്പിളിൻ്റെ ആ ഒരു പാട് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്നത് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചിലവർക്ക് നമ്മൾ പുറത്ത് പോകണ നേരത്താവും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെയൊക്കെ ആ ഒരു ടൈമിലാവും നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഒരു പിമ്പിൾ വരുന്നത്. അതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ക്രീം യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫേസിൽ എന്തെങ്കിലും ഒരു പാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മളൊന്ന് പെട്ടെന്ന് ഇടും. അപ്പോൾ നമ്മുടെ സ്കിന്നത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ, അതേപോലെ തന്നെയാണ് ഫേസിന് കേട്ടോ. അപ്പോൾ ഫേസിന് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് അറിയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് ചിലവർക്ക് പിമ്പിൾസ് വരുന്നത് കേട്ടോ. കൂടുതലും നമ്മൾക്ക് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് അറിയായിരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഫേസിൽ ആ ഒരു പിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ അത് തടയാനുള്ളൊരു നല്ലൊരു പരിഹാരം. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് നമുക്ക് വേറെ ഏത് പാക്കോ അല്ലെങ്കിൽ ഒരു ക്രീമോ എന്ത് അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമല്ല. നമുക്ക് ഇത് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയില്ലേ, ഫേസിന് നന്നായിട്ട് നമ്മൾ ആ ഒരു പിമ്പിൾ തടയാനുള്ളൊരു പ്രൊട്ടക്ഷൻ, അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് മാത്രമേ നമ്മൾ പിമ്പിളാണ് നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണ് അറിയുള്ളൂ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിമ്പിൾസിൻ്റെ പാട്. അപ്പോൾ ഒരുപാട് പിമ്പിൾസ് ഉള്ളവർക്ക് നമ്മൾ ഇങ്ങനെ ഉറപ്പായിട്ടും ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്ക് യൂസ് ചെയ്താൽ തന്നെ ആ പിമ്പിളുടെ പാടും മാറിക്കിട്ടുണ്ടാവും, നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടും. അതേപോലെ ഓരോരോ ചെറിയ കുരുക്കളിൽ വന്നതിൻ്റെ പാടുകളുള്ളവരാണെങ്കിൽ നമുക്ക് 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ റിസൾട്ട് കാണും കേട്ടോ. അപ്പം അവർ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പം നമുക്കിവിടെ ആവശ്യം കുറച്ച് ജീരകമാണ് കേട്ടോ. അപ്പം ഞാനൊരു 2 സ്പൂണ് സാധാ ചെറുജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ച് എടുക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് ആവുന്നത് വരെ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു 1/2 ഗ്ലാസ് ആവുമ്പോൾ അതിൻ്റെ ഈ ജീരകത്തിൻ്റെ കളറൊക്കെ മാറി ഭയങ്കര നല്ലൊരു കളറായി മാറും കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് ഒരു 1/2 ഗ്ലാസ് ആവുന്നവരെ. പിന്നെ നമുക്ക് അടുത്തതായി വേണ്ടത് കുറച്ച് അലോവേരയാണ് കേട്ടോ. അലോവേരയുടെ ജെല്ലാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയുള്ള അലോവേരയിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ജെല്ല് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ആയിട്ട് വറ്റിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് ആക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളം. അത് നമുക്ക് ഒരു പാത്രത്തിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചൂടാറിയ ശേഷം വെള്ളം നല്ല രീതിയിലൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് അലോവേര ഒരു 3 സ്പൂണൊക്കെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടർ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ചെറിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിയാനും ആയി. അപ്പോൾ ഞാനതുള്ളത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ.
അലോവേര ജെല്ലും ഈ ഒരു റോസ് വാട്ടറും ഈ ഒരു ജീരകവെള്ളം മാത്രം മതി. ഇത് മൂന്നും കൂടി എല്ലാവിടെ എത്തുന്ന പോലെ നല്ല രീതിയിലൊന്ന് കുറച്ച് നേരം ഒരു ജസ്റ്റ് ചെറിയൊരു രീതിയിലൊരു പത വരുന്ന പോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ടീവ് ആയിട്ടുള്ള ഒരു സിറാണ് കേട്ടോ ഇത്. നമ്മൾ ഫേസിൽ നെയ്റ്റൊക്കെ യൂസ് ചെയ്ത് കിടന്ന് പറഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ പിമ്പിൾസും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടായിരിക്കുന്ന ഓരോരോ പാടുകളോ അല്ലെങ്കിൽ ചുളിവുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റിക്കിട്ടും കേട്ടോ. അപ്പം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വീട്ടിൽ തന്നെ നമുക്ക് ഉള്ള സാധനങ്ങളായിരിക്കില്ല ഈ ഒരു ജീരകവും അതേപോലെ തന്നെ അലോവേര. പിന്നെ ആകെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടത് കുറച്ച് റോസ് വാട്ടറാണ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാം കേട്ടോ. അത് പ്രശ്നമില്ല, സെയിം റിസൾട്ട് തന്നെയാവും കേട്ടോ. അപ്പം ഞാനിത് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഒരു കേടോ ഒന്നും സംഭവിക്കില്ല. ഫ്രിഡ്ജിൽ അതേപോലെ നല്ല പിമ്പിൾസ് ഉള്ളവർക്കാണെങ്കിൽ ഒരു ആഴ്ച യൂസ് ചെയ്യുമ്പോഴേക്കും ആ ഒരു പിമ്പിൾസ് മാറി കിട്ടും. അതേപോലെ മുഖത്തുണ്ടായിരുന്ന പിമ്പിൾസിൻ്റെ പാടൊക്കെ വേഗം തന്നെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൽ മാത്രമല്ല, ഇത് നമുക്ക് ബോഡിയിലും അതേപോലെ കയ്യിൽ കാലിൽ എവിടെയാണോ പിമ്പിൾസ് വരാൻ സാധ്യത ഉള്ളത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ആ പിമ്പിൾസ് വരുന്നത് കുറയ്ക്കുകയും ചെയ്യും. അതേപോലെ ആ പാടൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കി കിട്ടും കേട്ടോ. ആ കറുത്ത പാടൊക്കെ മാറ്റി നല്ല ക്ലിയർ ആക്കി കിട്ടും കേട്ടോ ഫേസൊക്കെ. അതേപോലെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ ഒന്ന് മാറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നൈറ്റ് കിടക്കുമ്പോൾ യൂസ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഒരു സീറം അപ്ലൈ ചെയ്തു പറഞ്ഞാൽ നമുക്ക് വേറെ ക്രീമുകളോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുക. ഈ സീറം ഇട്ടിട്ട് അതിൻ്റെ മേലെ വേറെ പാക്കുകളോ ക്രീമുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ എല്ലാവിടെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ടീവ് ആയിട്ടുള്ളൊരു സീറാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. പിമ്പിൾസ് ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് അറിയും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.